ഹലോ എല്ലാവർക്കും നമസ്കാരം. ബി.എ. സിവിൽ എഞ്ചിനീയറിംഗിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സർവേയിങ് എന്ന ടോപ്പിക്കിൽ നിന്ന് കോണ്ടൂറിംഗ് എന്നുള്ള പോർഷൻ ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ കോണ്ടൂർ എന്താണെന്ന് നോക്കാം. എ കോണ്ടൂർ ഇസ് ദ ലൈൻ ജോയിനിങ് പോയിന്റ്സ് ഓഫ് സെയിം എലിവേഷൻ. സെയിം എലിവേഷൻ ഉള്ള പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈനിനെയാണ് കോണ്ടൂർ എന്ന് പറയുന്നത്. The process of tracing contour lines on the surface of Earth is called contouring, and the maps upon which contour lines are drawn are called contour maps. എർത്ത് സർഫസിലുള്ള പോയിന്റ്സിന്റെ എലിവേഷൻ ഡിറ്റർമൈൻ ചെയ്തിട്ട് ആ പോയിന്റ്സിനെ കോണ്ടൂർസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കോണ്ടൂർ ലൈൻസ് ട്രേസ് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് കോണ്ടൂറിംഗ് എന്ന് പറയുന്നത്. കൂടാതെ ഈ കോണ്ടൂർ ലൈൻസ് വരയ്ക്കുന്ന അല്ലെങ്കിൽ കോണ്ടൂർ ലൈൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന മാപ്പിനെയാണ് കോണ്ടൂർ മാപ്പ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് എന്താ നോക്കാം. എ കോണ്ടൂർ മാപ്പ് therefore provides an idea of the elevation of the surface as well as their relative position on the plan. Thus, it serves the purpose of both plan and section. ഒരു കോണ്ടൂർ മാപ്പിൽ നിന്ന് എന്തൊക്കെ ഡേറ്റാസ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് എന്നാണ് ഈ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു കോണ്ടൂർ മാപ്പിൽ ഒരു പോയിന്റിന്റെ എലിവേഷൻ മാത്രമല്ല, ആ പോയിന്റിന്റെ പ്ലാനിലുള്ള റിലേറ്റീവ് പൊസിഷനും കൂടി അവൈലബിൾ ആയിരിക്കും. അടുത്തത് കോണ്ടൂർ ഇന്റർവൽ ആൻഡ് ഹൊറിസോണ്ടൽ ഇക്വാലന്റ് എന്താണെന്ന് നോക്കാം. കോണ്ടൂർ ഇന്റർവൽ ഇസ് ദ കോൺസ്റ്റന്റ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് കോണ്ടൂർസ്. രണ്ട് കോൺസിക്യൂട്ടീവ് കോണ്ടൂർസ്, അടുത്തടുത്തുള്ള രണ്ട് കോണ്ടൂർസ് തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് അല്ലെങ്കിൽ ആ കോണ്ടൂർസിന്റെ എലിവേഷൻ ഡിഫറൻസിനെയാണ് കോണ്ടൂർ ഇന്റർവൽ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ഇക്വാലന്റ് ഇസ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസന്റ് കോണ്ടൂർസ്. രണ്ട് അഡ്ജസന്റ് കോണ്ടൂർസ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് ഹൊറിസോണ്ടൽ ഇക്വാലന്റ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഒരു കോണ്ടൂർ മാപ്പ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന്റെ കോണ്ടൂർ ഇന്റർവൽ സെലക്ട് ചെയ്യുന്നത് കുറച്ച് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നേച്ചർ ഓഫ് ഗ്രൗണ്ട്. അതായത് ഗ്രൗണ്ടിന്റെ ടോപ്പോഗ്രഫിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എങ്ങനെയാണ് കോണ്ടൂർ ഇന്റർവൽ സെലക്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. In flat and uniformly sloping regions, contour interval is small. In mountainous and hilly regions, contour interval will be larger. അതായത് ഫ്ലാറ്റ് ആയിട്ടുള്ള റീജിയൻസിൽ കോണ്ടൂർ ഇന്റർവൽ സ്മോളർ വാല്യൂ ആയിരിക്കും. നേരെ മറിച്ച് ഹില്ലി റീജിയൻസിലാണെങ്കിൽ കോണ്ടൂർ ഇന്റർവൽ ലാർജർ വാല്യൂ ആയിരിക്കും. സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഒരു കോണ്ടൂർ മാപ്പാണ്. അതിൽ ഏറ്റവും ഇന്നർമോസ്റ്റ് കോണ്ടൂർ ലൈനിന്റെ എലിവേഷൻ എക്സ് മീറ്റേഴ്സ് ആണെന്ന് വിചാരിക്കുക. അതിന്റെ പുറത്തുള്ള കോണ്ടൂർ ലൈനിന്റെ എലിവേഷൻ y മീറ്റേഴ്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ കോണ്ടൂർ ഇന്റർവെൽ എന്ന് പറയുന്നത് x മൈനസ് y, അതായത് ആ രണ്ട് കോണ്ടൂർ ലൈൻസ് തമ്മിലുള്ള എലിവേഷൻ ഡിഫറൻസ് ആയിരിക്കും അവിടുത്തെ കോണ്ടൂർ ഇന്റർവെൽ എന്ന് പറയുന്നത്. സോ ഫ്ലാറ്റ് ആയിട്ടുള്ള റീജിയൻസിൽ ഈ കോണ്ടൂർ ഇന്റർവെൽ സ്മോളർ വാല്യൂ ആയിട്ടായിരിക്കും ചൂസ് ചെയ്യുന്നത്. എന്തായിരിക്കും കാരണം? അവിടെ ലാർജർ വാല്യൂ ചൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഒരു കോണ്ടൂർ ലൈൻ കഴിഞ്ഞിട്ട് അടുത്ത കോണ്ടൂർ ലൈൻ ലൈ ചെയ്യുന്നത് ഒരുപാട് ഡിസ്റ്റൻസ് അകലെയായിരിക്കും. ആ കേസിൽ നമ്മുടെ കോണ്ടൂർ മാപ്പ് അത്ര ആക്യുറേറ്റ് ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള റീജിയൻസിൽ എപ്പോഴും സ്മോളർ കോണ്ടൂർ ഇന്റർവൽ ആയിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ മൗണ്ടെയിനസ് ആൻഡ് ഹില്ലി റീജിയൻസിലാണെങ്കിൽ കോണ്ടൂർ ഇന്റർവൽ കുറച്ച് ലാർജർ വാല്യൂ ആയിരിക്കും. ആ കേസിൽ സ്മോളർ വാല്യൂ ചൂസ് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക? കോണ്ടൂർ ലൈൻസ് വളരെ ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അതും അത്ര കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ട് മൗണ്ടെയിനസ് റീജിയൻസിൽ കോണ്ടൂർ ഇന്റർവൽ കുറച്ച് ലാർജർ വാല്യൂ ആയിരിക്കും. അടുത്ത ഫാക്ടർ, പർപ്പസ് ഓഫ് സർവേ. For ordinary works of less importance, wider intervals are taken, and for important works, smaller contour intervals are taken. അതായത് കോണ്ടൂർ ഇന്റർവൽസ് അടുപ്പിച്ച് എടുക്കുന്തോറും സ്മോളർ കോണ്ടൂർ ഇന്റർവൽസ് കൊടുക്കുന്തോറും ഒരുപാട് ഡേറ്റാസ് കളക്ട് ചെയ്തിട്ട് കോണ്ടൂർ മാപ്പിൽ ഒരുപാട് ഡീറ്റെയിൽസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് വർക്ക്സിലെല്ലാം കോണ്ടൂർ ഇന്റർവൽസ് ചെറിയ വാല്യൂസ് ആയിട്ടായിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുക. നേരെ മറിച്ച് അത്ര ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാത്ത ഓർഡിനറി വർക്ക്സ് ഒക്കെ ആണെങ്കിൽ കുറച്ച് വൈഡർ ഇന്റർവൽസ് ആയിരിക്കും സെലക്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ഫാക്ടർ, സ്കെയിൽ ഓഫ് മാപ്പ്. Contour interval is inversely proportional to the scale of map. That is, smaller the scale, greater will be the contour interval. കോണ്ടൂർ ഇന്റർവലും മാപ്പിന്റെ സ്കെയിലും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് നമ്മളുടെ മാപ്പിന്റെ സ്കെയിൽ ചെറുതാണെങ്കിൽ കോണ്ടൂർ ഇന്റർവൽ ഒരു ലാർജർ വാല്യൂ ആയിരിക്കും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ടൈം ആൻഡ് എക്സ്പെൻസ് ഓഫ് വർക്ക്.
Smaller the contour interval, time required for office and field work increases. നേരത്തെ പറഞ്ഞു കോണ്ടൂർ ഇന്റർവൽ സ്മോളർ ആണെങ്കിൽ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യേണ്ടി വരും. ആ കേസിൽ ഒരുപാട് പ്ലോട്ടിംഗ് വർക്ക്സും ഉണ്ടായിരിക്കും. അപ്പോൾ ഫീൽഡ് വർക്കും അതുപോലെ തന്നെ ഓഫീസ് വർക്കും ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. സോ കോണ്ടൂർ ഇന്റർവൽ ചെറുതാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ കേസിൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമും അതിന്റെ എക്സ്പെൻസും കൂടുതലായിരിക്കും. അടുത്തതായിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കോണ്ടൂർ. ഫസ്റ്റ് പോയിന്റ്, ഓൾ പോയിന്റ്സ് ഇൻ എ കോണ്ടൂർ ഹാവ് സെയിം എലിവേഷൻ. അതാണ് നമ്മൾ നേരത്തെയും പറഞ്ഞത്. കോണ്ടൂർ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം എലിവേഷൻ ഉള്ള പോയിന്റ്സിന് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനാണ് കോണ്ടൂർ ലൈൻ. അതുകൊണ്ട് ഒരു കോണ്ടൂർ ലൈനിലെ എല്ലാ പോയിന്റ്സിന്റെയും എലിവേഷൻ സെയിം ആയിരിക്കും. സെക്കൻഡ് പോയിന്റ്, യൂണിഫോംലി സ്പേസ്ഡ് കോണ്ടൂർസ് ഇൻഡിക്കേറ്റ് എ യൂണിഫോം സ്ലോപ്പ്. യൂണിഫോം ആയിട്ടാണ് കോണ്ടൂർസിന്റെ സ്പേസിംഗ് എങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു യൂണിഫോം സ്ലോപ്പിനെ ആയിരിക്കും. ഇനി സ്ട്രെയിറ്റ് ആൻഡ് പാരലൽ ആൻഡ് ഈക്വലി സ്പേസ്ഡ് കോണ്ടൂർസ് ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു പ്ലെയിൻ സർഫസിനെ ആയിരിക്കും. സോ യൂണിഫോം സ്ലോപ്പ് ആണെങ്കിൽ യൂണിഫോംലി സ്പേസ്ഡ് കോണ്ടൂർസ് ആയിരിക്കും. പ്ലെയിൻ സർഫസ് ആണെങ്കിൽ കോണ്ടൂർ ലൈൻസ് ഈക്വലി സ്പേസ്ഡ് ആയിരിക്കും, പാരലൽ ആയിരിക്കും, സ്ട്രെയിറ്റും ആയിരിക്കും. ഓക്കെ. അടുത്ത പോയിന്റ്, എ സീരീസ് ഓഫ് ക്ലോസ്ഡ് കോണ്ടൂർസ് വിത്ത് ഹയർ വാല്യൂസ് ഇൻസൈഡ് റെപ്രസെന്റ്സ് എ ഹിൽ. എ സീരീസ് ഓഫ് ക്ലോസ്ഡ് കോണ്ടൂർസ് വിത്ത് ലോവർ വാല്യൂസ് ഇൻസൈഡ് റെപ്രസെന്റ്സ് എ ഡിപ്രഷൻ. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഈ ഫിഗർ ആണ് ഒരു ഹില്ലിന്റെ കോണ്ടൂർ. ഹിൽ എന്ന് പറയുന്നത് ക്ലോസ്ഡ് കോണ്ടൂർസ് ആയിരിക്കും ആൻഡ് അതിന്റെ ഇന്നർ വാല്യൂ ഇൻസൈഡിലേക്ക് പോകുന്തോറും, അകത്തേക്ക് പോകുന്തോറും അതിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ നോക്കിയാൽ കാണാം 60, 65, 70, 75, 80 എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. അതായത് എലിവേഷൻ ആണ് ആ മാർക്ക് ചെയ്തിരിക്കുന്നത്. എലിവേഷൻ കൂടി കൂടി വരികയാണ് സെന്റർ ആവുന്തോറും. സോ അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഹില്ലിനെയാണ്. നേരെ മറിച്ച് ഡിപ്രഷൻ ആണെങ്കിലോ, അടുത്ത ഫിഗർ ആണ് ഒരു ഡിപ്രഷന്റെ കോണ്ടൂർ മാപ്പ്. അതിൽ ക്ലോസ്ഡ് കോണ്ടൂർ ആയിരിക്കും. വാല്യൂസ് സെന്ററിലേക്ക് പോകുന്തോറും കുറഞ്ഞു കുറഞ്ഞായിരിക്കും വരിക. അതായത് എലിവേഷൻ കുറഞ്ഞു കുറഞ്ഞായിരിക്കും വരിക. ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് 60, 50, 40 സെന്ററിലേക്ക് വരുന്നതോറും പോയിന്റ്സിന്റെ എലിവേഷൻ കുറഞ്ഞു വരികയാണ്. സോ ഇറ്റ് റെപ്രസെന്റ്സ് എ ഡിപ്രഷൻ. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, contour lines never cross each other except in the case of an overhanging cliff. ഒരു ഓവർഹാങ്ങിങ് ക്ലിഫിന്റെ കേസിൽ അല്ലാതെ വേറെ ഒരു കേസിലും രണ്ട് കോണ്ടൂർ ലൈൻസ് തമ്മിൽ ക്രോസ് ചെയ്യില്ല. ഓക്കെ, ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഓവർഹാങ്ങിങ് ക്ലിഫിൽ മാത്രമാണ് കോണ്ടൂർ ലൈൻസ് ക്രോസ് ചെയ്യുള്ളൂ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കാണാറുള്ളതാണ്. സോ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്ത പോയിന്റ് പറയുന്നത്, when several contour lines coincide and the horizontal equivalent becomes 0, it indicates a vertical cliff. ഒരു വെർട്ടിക്കൽ ക്ലിഫിന്റെ കേസിൽ കോണ്ടൂർ ലൈൻസ് തമ്മിൽ കോയിൻസൈഡ് ചെയ്യും, ക്രോസ് ചെയ്യില്ല, അത് കോയിൻസൈഡ് ചെയ്യും. ആൻഡ് ഹൊറിസോണ്ടൽ ഇക്വാലന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് കോണ്ടൂർ ലൈൻസ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് ഹൊറിസോണ്ടൽ ഇക്വാലന്റ്. ആ ഹൊറിസോണ്ടൽ ഇക്വാലന്റ് 0 ആവുകയും ചെയ്യുകയാണെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു വെർട്ടിക്കൽ ക്ലിഫിനെ ആയിരിക്കും. താഴെ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ഫിഗർ ഒരു ഓവർഹാങ്ങിങ് ക്ലിഫ് ആണ്. അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആ കോണ്ടൂർ മാപ്പിൽ ഈ പോർഷനിലായിട്ട് കോണ്ടൂർ ലൈൻസ് ക്രോസ് ചെയ്തേക്കുന്നത് കാണാം. അതാണ് ഓവർഹാങ്ങിങ് ക്ലിഫിന്റെ കേസിൽ കോണ്ടൂർ ലൈൻസ് ക്രോസ് ചെയ്യും എന്ന് പറഞ്ഞത്. അടുത്തത് ഫിഗർ തന്നിരിക്കുന്നത് വെർട്ടിക്കൽ ക്ലിഫിന്റെ ഫിഗർ ആണ്. ആ വെർട്ടിക്കൽ ക്ലിഫിന്റെ പോർഷനിൽ നോക്കിയാൽ കാണാം ഈ പോർഷനിൽ കോണ്ടൂർ ലൈൻസ് എല്ലാം കോയിൻസൈഡ് ചെയ്തിരിക്കുകയാണ്. അവിടെ ഹൊറിസോണ്ടൽ ഇക്വാലന്റ് 0 ആണ്. സോ ആ കേസാണ് ഒരു വെർട്ടിക്കൽ ക്ലിഫിന്റെ കേസ്. അതായത് കോണ്ടൂർ ലൈൻസ് കോയിൻസൈഡും ചെയ്യും, അവിടെ ഹൊറിസോണ്ടൽ ഇക്വാലന്റ് 0 ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, the contour lines cross a ridge or valley at right angles. If higher values are inside the bend or loop, it indicates a ridge, and if lower values are inside the bend or loop, it indicates a valley. ഫസ്റ്റ് ഫിഗർ കൊടുത്തിരിക്കുന്നത്, ഇവിടെ കോണ്ടൂർ ലൈൻസ് ബെൻഡിനുള്ളിലേക്ക് പോകും തോറും കോണ്ടൂർ ലൈൻസിന്റെ എലിവേഷൻ ഡിക്രീസ് ചെയ്ത് വരികയാണ്. സോ ഇറ്റ് റെപ്രസെന്റ്സ് എ വാലി. സെക്കൻഡ് ഫിഗറിൽ കോണ്ടൂർ ലൈൻസിന്റെ എലിവേഷൻ കൂടിക്കൂടിയാണ് വരുന്നത്, അതിന്റെ വാല്യൂ കൂടിക്കൂടിയാണ് വരുന്നത്. സോ ഇറ്റ് റെപ്രസെന്റ്സ് എ റിഡ്ജ്. അടുത്ത പോയിന്റ്, ഡിപ്രഷൻ ബിറ്റ്വീൻ സമ്മിറ്റ്സ് ഇസ് കോൾഡ് എ സാഡിൽ ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ 4 സെറ്റ്സ് ഓഫ് കോണ്ടൂർസ്.
സമ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പോയിന്റ്സ് ഓഫ് ഹയർ എലിവേഷൻ. ഹയർ എലിവേഷൻ ഉള്ള പോയിന്റ്സിനെയാണ് സമ്മിറ്റ് എന്ന് പറയുന്നത്. സോ സമ്മിറ്റ്സിന് ഇടയിലുള്ള ഒരു ഡിപ്രഷനെയാണ് സാഡിൽ എന്ന് പറയുന്നത്. ആൻഡ് ഒരു സാഡിലിന്റെ കോണ്ടൂർ മാപ്പാണ് തേർഡ് ഫിഗറിൽ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. എങ്ങനെയാണ് ഒരു സാഡിൽ റെപ്രസെന്റ് ചെയ്യുന്നത്? അതിൽ 4 സെറ്റ് ഓഫ് കോണ്ടൂർ ലൈൻസ് ഉണ്ടായിരിക്കും. ഇതാണ് ആ 4 സെറ്റ്സ് ഓഫ് കോണ്ടൂർ ലൈൻസ്. ഓക്കെ. അടുത്തത് മെത്തേഡ്സ് ഓഫ് കോണ്ടൂറിങ്. കോണ്ടൂറിങ് ചെയ്യാനായിട്ട് 2 മെത്തേഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഡയറക്റ്റ് മെത്തേഡ് ആൻഡ് സെക്കൻഡ് വൺ ഇൻഡയറക്റ്റ് മെത്തേഡ്. സോ ഈ 2 മെത്തേഡ്സ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് പറയാൻ പോകുന്നത്. ഡയറക്റ്റ് മെത്തേഡ് ഇസ് വെരി ആക്യുറേറ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ് ഇസ് ലെസ് ആക്യുറേറ്റ്. ഡയറക്റ്റ് മെത്തേഡ് ഇസ് സ്ലോ ആൻഡ് ടീഡിയസ് വെറാസ് ഇൻഡയറക്റ്റ് മെത്തേഡ് ഇസ് സിമ്പിൾ ആൻഡ് ക്വിക്ക്. ഡയറക്റ്റ് മെത്തേഡ് വളരെ ആക്യുറേറ്റും ആണ്, പക്ഷെ സ്ലോ പ്രൊസീജിയറും ആണ്, കുറച്ച് കൺഫ്യൂസിങ്ങും ആയിരിക്കും. ഇൻഡയറക്റ്റ് ആണെങ്കിൽ ആക്യുറസി കുറവാണ്, പക്ഷെ വർക്ക് സിമ്പിൾ ആൻഡ് ക്വിക്ക് ആയിരിക്കും. അടുത്തത് ഡയറക്റ്റ് മെത്തേഡ് is used for small areas where greater accuracy is required, whereas indirect method is used for larger areas where greater accuracy is not required. ഡയറക്റ്റ് മെത്തേഡാണ് ആക്യുറേറ്റ് മെത്തേഡ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ഗ്രേറ്റർ ആക്യുറസി റിക്വയർഡ് ആയിട്ടുള്ള സ്മോളർ ഏരിയാസിലായിരിക്കും ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ടാവുക. നേരെ മറിച്ച് ഇൻഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിൽ അത്ര ആക്യുറസി റിക്വയർമെന്റ് ഇല്ലാത്ത കേസസിലാണ് ഇൻഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുക. ഡയറക്റ്റ് മെത്തേഡ് ഈസ് ഡിഫിക്കൽട്ട് ഇൻ കേസ് ഓഫ് ഹില്ലി ഏരിയാസ്. ഹില്ലി ഏരിയാസിൽ ഡയറക്റ്റ് മെത്തേഡ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഇൻഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിൽ ഹില്ലി ഏരിയാസിൽ ടക്യോമെട്രിക് മെത്തേഡും റൂട്ട് സർവേ, അതായത് റെയിൽവേസ് റോഡ് വേസിനൊക്കെ ചെയ്യുമ്പോൾ ആ ടൈപ്പ് ഓഫ് റൂട്ട് സർവേസിൽ ക്രോസ് സെക്ഷണൽ മെത്തേഡുമാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഡയറക്റ്റ് മെത്തേഡിൽ കാൽക്കുലേഷൻ ഓഫ് റെഡ്യൂസ്ഡ് ലെവൽ ഇസ് മോർ. റെഡ്യൂസ്ഡ് ലെവൽ കണ്ടുപിടിക്കുക, അതായത് പോയിന്റ്സിന്റെ എലിവേഷൻസ് കണ്ടുപിടിക്കാനുള്ള കാൽക്കുലേഷൻ വർക്ക്സ് കുറച്ച് കൂടുതലാണ്. ഇൻഡയറക്റ്റ് മെത്തേഡിലാണെങ്കിൽ കാൽക്കുലേഷൻ വർക്ക് കുറവായിരിക്കും. ഇപ്പോൾ കോണ്ടൂറിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് സർവേയിൽ ബാലൻസ് ഉള്ളത് ടക്യോമെട്രിയും തിയോഡലൈറ്റ് സർവേ ആണ്. അത് വരുന്ന വീഡിയോസിലായിട്ട് നമുക്ക് ചെയ്യാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അടുത്തുള്ള ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയിൽ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും PSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.